Hello everyone, welcome to our channel. ഇന്ന് നമ്മൾ സാനിറ്ററി കെമിസ്ട്രിന്റെ സിലബസിലെ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് മൊഡ്യൂളിലെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോസ് കാണണം. ഇന്ന് നമ്മൾ കെമിസ്ട്രി ഓഫ് വാട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിലെ ഫസ്റ്റ് ടോപ്പിക് ആയുള്ള വാട്ടറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വാട്ടറിന്റെ ഈ ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് വാട്ടറിന്റെ കെമിക്കൽ സ്ട്രക്ചർ, ബോണ്ടിങ്, അതുപോലെ ഹൈഡ്രജൻ ബോണ്ടിനെ കുറിച്ച്, പൊളാരിറ്റിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the HOH bond angle in the water molecule is about option A 90 degree, option B 104.45 degree, option C 135 degree and option D 180 degree. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 104.45 ഡിഗ്രി. ഇതാണ് വാട്ടർ മോളിക്യൂളിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ഓക്സിജൻ ആറ്റം, രണ്ട് ഹൈഡ്രജൻ ആറ്റം. അപ്പം ഈ ഒരു ഷേപ്പിലാണ് എന്തുള്ളത്, ഈ ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 104.45 ഡിഗ്രി ആണ്. ഇനി ചില ബുക്കിലൊക്കെ 105 എന്ന് റൗണ്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്, 105 ഡിഗ്രി എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻ ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാം. ദെൻ ഈ ഒരു ബോണ്ട് ഇങ്ങനെ ആയത് കാരണം തന്നെ വാട്ടറിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒരു വി ഷേപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബെൻഡ് ഷേപ്പ്, ആംഗുലാർ ഷേപ്പ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പം വാട്ടറിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, HOH ബോണ്ട് ഫോം ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ വി ഷേപ്പ്, ബെൻഡ് ഷേപ്പ്, ആംഗുലാർ ഷേപ്പ്. Second question, the boiling point of water is exceptionally high because option A, there is a covalent bond between hydrogen and oxygen. Option B, water molecule is linear. Option C, water molecules associate due to hydrogen bonding. Option D, water molecules are not linear. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വാട്ടർ മോളിക്യൂൾസ് associate due to hydrogen bonding. ഓക്കെ, അപ്പോ എന്താ ചോദിച്ചിട്ടുള്ളത്, ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് എക്സെപ്ഷണലി ഹൈ ബിക്കോസ്. അപ്പൊ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന്. അത് അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ആണ്. സോ അത്രയും ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവാനുള്ള കാരണം വാട്ടർ മോളിക്യൂൾസ് അസോസിയേറ്റ് ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പൊ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കാരണം തന്നെ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും, ടെമ്പറേച്ചർ അപ്ലൈ ചെയ്താലും ടൈം എടുക്കും. അതുകൊണ്ടാണ് ഹൈ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവാനുള്ള കാരണം. Third question, when two ice cubes are pressed over each other, they unite to form one cube. Which of the following forces is responsible to hold them together? Option A, hydrogen bond formation. Option B, van der Waals forces. Option C, covalent attraction. And option D, ionic interactions. Right answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ. വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ ഉള്ള ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. സോ രണ്ട് ഐസ് ക്യൂബുകൾ തമ്മിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്കറിയാം കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ഒരൊറ്റ ഐസ് ക്യൂബ് ആയിട്ട് മാറും, അല്ലെ? അപ്പൊ അതിനുള്ള റീസൺ അവിടെ ഫോം ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈസ് ഹൈ, ലോ, മോഡറേറ്റ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബോവ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഹൈ. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഹൈ ആണ്, വളരെ കൂടുതലായിട്ടുള്ള ഒരു വാല്യൂ ആണത്. സോ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈസ് 4.182 ജൂൾ പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ഒരു വാല്യൂ കാണാണ്ട് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈസ് 4.182 ജൂൾ പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ്, which is higher than any other common substance. സാധാരണ നമ്മൾ കാണുന്ന കോമൺ സബ്സ്റ്റൻസുകളെക്കാളൊക്കെ കൂടുതലാണ് വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്, 4.182 ജൂൾ പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ്. As a result, water plays a very important role in temperature regulation. Next question, the specific heat of water is, ഇവിടെ
കലോറി പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസിലാണ് വാല്യൂസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 1 ആൻഡ് ഓപ്ഷൻ ഇ 4. ഹിയർ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് 1 കലോറി പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ്. The specific heat of water is 1 calorie per gram degree Celsius, which is equal to 4.186 joule per gram degree Celsius. So, ഈ രണ്ട് വാല്യൂ പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്താൻ പറ്റണം. Sixth question, according to the figure, A represent dash bond while B represent dash bond. അപ്പം ഇതാണ് ഇവിടുത്തെ A bond എന്ന് പറയുന്നത്, ഇതാണ് ഇവിടുത്തെ B bond. A represent polar covalent bond and B represent hydrogen bond. അപ്പോൾ പോളാർ ബോണ്ട് എന്ന് പറയുന്നത് ഒരു വാട്ടർ മോളിക്യൂൾസിലെ അതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ടാണ് പോളാർ ബോണ്ട് അല്ലെങ്കിൽ പോളാർ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രജൻ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരു വാട്ടർ മോളിക്യൂൾസിലെ ഓക്സിജൻ ആറ്റും മറ്റൊരു വാട്ടർ മോളിക്യൂൾസിലെ ഹൈഡ്രജൻ ആറ്റവും തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക, എപ്പോഴും ഓർത്ത് വെക്കുക. അടുത്തടുത്തുള്ള രണ്ട് വാട്ടർ മോളിക്യൂൾസ് തമ്മിലാണ് ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവുക. പോളാർ ബോണ്ട് ആണെങ്കിൽ, പോളാർ കോവാലന്റ് ബോണ്ട് ആണെങ്കിൽ എങ്ങനെയാണ്? വാട്ടർ മോളിക്യൂൾസിലെ ഒരു ഹൈഡ്രജൻ ആറ്റം മറ്റൊരു ഓക്സിജൻ ആറ്റവും തമ്മിലാണ് പോളാർ ബോണ്ട് ഫോം ചെയ്യുക. അപ്പൊ ഹൈഡ്രജൻ ബോണ്ട് കാരണം അടുത്തടുത്തുള്ള വാട്ടർ മോളിക്യൂൾസ് തമ്മിലൊക്കെ എന്തുണ്ടാവും? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. സോ അതെല്ലാം ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ട് ആണ്. ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യിക്കാനുള്ള റീസണും ഹൈഡ്രജൻ ബോണ്ട് ആണ്. നമുക്ക് ഹൈഡ്രജൻ ബോണ്ട്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വാട്ട് ഈസ് ഹൈഡ്രജൻ ബോണ്ട്? ഒരു ഹൈഡ്രജൻ ആറ്റം ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നതിനെയാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയാം. ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസിന് എക്സാമ്പിൾ ആണ് ഫ്ലൂറിന്, ഓക്സിജന്, നൈട്രജൻ തുടങ്ങിയവ. ഇനി ഹൈഡ്രജൻ ബോണ്ട്സ് മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പൊ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്സ്. ഫസ്റ്റ് വൺ, ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. This occurs when hydrogen atom and electronegative atom belong to different molecules. അപ്പം ഇതിനൊരു എക്സാമ്പിൾ ആണ് അമോണിയ, അതുപോലെ വാട്ടർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അമോണിയയിൽ നോക്കൂ, ഈ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് ആറ്റംസ് തമ്മിലാണ്, അല്ലെ? ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലാണ് ഈ ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഒരു അമോണിയന്റെ നൈട്രജൻ ആറ്റവും മറ്റൊരു അമോണിയന്റെ ഹൈഡ്രജൻ ആറ്റവും തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാട്ടറിന്റെ കേസിലും ഒരു വാട്ടർ മോളിക്യൂൾസിലെ ഹൈഡ്രജൻ ആറ്റവും മറ്റൊരു വാട്ടർ മോളിക്യൂൾസിലെ ഓക്സിജൻ ആറ്റവും തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അതായത് ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലാണ് ബോണ്ട്സ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്നാണ് പറയുക. എന്നാൽ ഇൻ ദ കേസ് ഓഫ് ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണെങ്കിലോ, ഒരേ മോളിക്യൂൾസിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഓർത്തോ നൈട്രോഫിനോൾ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ സാലിസിലിക് ആസിഡിൽ നോക്കൂ, ഇവിടുത്തെ ഓക്സിജനും ഹൈഡ്രജനും സെയിം മോളിക്യൂൾ തന്നെയാണ്. അപ്പൊ അതിൽ അഡ്ജസ്റ്റന്റ് ആയിട്ട് വരുന്ന ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ട് വരുന്ന ആറ്റംസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഒരു ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയുള്ള ബോണ്ടിനെയാണ് ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. This occurs when the hydrogen atom and electronegative atom exist in the same molecule. ഒരേ മോളിക്യൂളിൽ വരുന്ന ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ അതിന് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പൊ എക്സാമ്പിൾ ഓർത്ത് വെക്കുക, അമോണിയ, വാട്ടർ. ഇൻട്രാ മോളിക്കുലർ ആണെങ്കിൽ ഓർത്തോ നൈട്രോഫിനോള്, അതുപോലെ സാലിസിലിക് ആസിഡ്. ഇനി ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഇതില് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ വാട്ടറിന്റെ സൊല്യൂബിലിറ്റി ഒക്കെ ഇൻക്രീസ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ടാണ്.
ഓക്കെ, അപ്പം ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ആവാന് അതുപോലെ തന്നെ സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യാനൊക്കെ ഉള്ള റീസൺ എന്ന് പറയുന്നത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. എന്നാൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ സൊല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യും, അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റും ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ കേസിൽ. മാത്രമല്ല ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണെങ്കിൽ മോളിക്യൂൾസ് തമ്മിൽ രണ്ടോ അല്ലെങ്കിൽ അതിലധികം മോളിക്യൂൾസ് തമ്മിൽ ഇങ്ങനെ ഒരു ക്ലസ്റ്റർ പോലെ ഫോം ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കേസ് ആരിലില്ല? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്സിൽ ഇല്ല. നോർമലി ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുക ആരോമാറ്റിക് ഓർഗാനിക് കോമ്പൗണ്ട്സിലാണ്. അതിലെ അഡ്ജസന്റ് ആയിട്ട് വരുന്ന ഇലക്ട്രോനെഗറ്റീവ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റവും ഹൈഡ്രജനും തമ്മിലായിരിക്കും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്സ് ഫോം ചെയ്യുക. 7th question. Each water molecule can form hydrogen bond with other dash molecules. 4, 3, 2, 1, none of the above. അപ്പം here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് 4. എന്റെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഈച്ച് വാട്ടർ മോളിക്യൂൾ ക്യാൻ ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് അതർ ഡേഷ് മോളിക്യൂൾസ്. ഒരു വാട്ടർ മോളിക്യൂൾസ് മറ്റുള്ള എത്ര വാട്ടർ മോളിക്യൂൾസുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 4 വാട്ടർ മോളിക്യൂൾസുമായിട്ട് ഒരു വാട്ടർ മോളിക്യൂൾ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആയതുകൊണ്ട് തന്നെ അടുത്തടുത്തുള്ള മറ്റുള്ള വാട്ടർ മോളിക്യൂൾസ് ഒക്കെ ആയിട്ട് എന്ത് ഫോം ചെയ്യും? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അത്തരത്തില് ഒരു വാട്ടർ മോളിക്യൂൾസിന് തന്നെ 4 മറ്റ് വാട്ടർ മോളിക്യൂൾസുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ കഴിയും. 8th question. Some evaporation can occur at dash. Option A, high temperature. Option B, low temperature. Option C, any temperature. Option D, at 100 degrees Celsius. Option E, none of the above. Your right answer എന്ന് പറയുന്നത് at any temperature. നമുക്കറിയാം നമ്മൾ വെള്ളം വെറുതെ തറയിൽ കുറച്ച് സമയം ഒഴിച്ചു വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അത് ഇവാപറേറ്റ് ചെയ്ത് പോകും ഇല്ലേ? അവിടെ ബോയിൽ ചെയ്യണം ആവശ്യമുണ്ടോ? 100 ഡിഗ്രി സെൽഷ്യസ് ആവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് കുറച്ച് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും? അത് ആവിയായി പോകും. അത് നോർമലി അങ്ങനെയാണ്. സോ സം ഇവാപറേഷൻ ക്യാൻ ഒക്കർ അറ്റ് എനി ടെമ്പറേച്ചർ. 9th question. In aqueous solution, the solvent is dash. Option A, water. Option B, chloroform. Option C, ether. Option D, all of the above. Option E, none of the above. Right answer, option A ആണ് water. Water is called the universal solvent. നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ടർ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്. സോ in aqueous solution, the solvent is water. 10th question. When water vaporizes, which of the following bond must be broken? A, ionic bond. B, polar covalent bond. C, hydrogen bond. And option D, none of the above. Right answer, option C ആണ് hydrogen bond. When water vaporizes, which of the following bonds must be broken? Hydrogen bond. ഒരു വാട്ടർ മോളിക്യൂൾസിൽ പോളാർ കോവാലന്റ് ബോണ്ടും അതുപോലെ ഹൈഡ്രജൻ ബോണ്ടും ആണ് ഉള്ളത്. അതിൽ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അതിന് വാപ്പറൈസ് ചെയ്ത് പോകാൻ കഴിയുള്ളൂ. Next question. Which of the following classified as hydrophilic molecules but cannot dissolve in water? Option A, cellulose. Option B, cotton. Option C, salt. Option D, oils. And option E, both A and B. Right answer എന്ന് പറയുന്നത് ഓപ്ഷൻ E ആണ്, both A and B. അപ്പോൾ ഇവിടെ ഓയിൽ എന്ന് പറയുന്നത് വാട്ടറിൽ ഡിസോൾവ് ആവില്ല നമുക്കറിയാം. പക്ഷെ ഓയിൽ ഹൈഡ്രോഫിലിക് ആണോ? അല്ല, ഹൈഡ്രോഫോബിക് നേച്ചർ ആണ് ഓയിലിനുള്ളത്. ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ലവിങ് സബ്സ്റ്റൻസുകളെയാണ് ഹൈഡ്രോഫിലിക് എന്ന് പറയുന്നത്. ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ വാട്ടർ ഹേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് ഹൈഡ്രോഫോബിക് എന്ന് പറയുന്നത്. ഓയിൽ എന്ന് പറയുന്നത് എപ്പോഴും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. സോ ഇതല്ല. ദെൻ സാൾട്ട് എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ആണ്, പക്ഷേ വാട്ടറിൽ എന്ത് ചെയ്യും? ഡിസോൾവ് ആയി പോകും. ഇവിടെ ഡിസോൾവ് ആകാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. കനോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ സെല്ലുലോസും കോട്ടണും ഇത് രണ്ടും ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള സബ്സ്റ്റൻസും ആണ്, എന്നാൽ വാട്ടറിൽ ഡിസോൾവ് ആവത്തുമില്ല.
കാരണം സെല്ലുലോസിലെയും കോട്ടണിലെയും പ്രസന്റ് ആയിട്ടുള്ള ഇൻട്രാ ആൻഡ് ഇന്റർ ഹൈഡ്രജൻ ബോണ്ട് ആണ് ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പൊ സെല്ലുലോസും ഹൈഡ്രജൻ മോളിക്യൂൾസും ഇവയിലെ ആറ്റംസ് തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ട് കാരണം ഇത് വാട്ടറിൽ ഡിസോൾവ് ആവത്തില്ല. പക്ഷെ ഇത് എങ്ങനത്തെ മോളിക്യൂൾ ആണ്? ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള മോളിക്യൂൾസും ആണ്. 12th question. Hydration shell can be formed around option A iron, option B sugar, option C oil, option D glucose, and option E all of them except C. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ E ആണ്, all of them except C. ഓയിൽ എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. സോ അതിനു ചുറ്റും ഹൈഡ്രേഷൻ ഷെല്ല് ഒരിക്കലും ഫോം ചെയ്യില്ല. മറ്റുള്ള അയോണ്, ഷുഗർ, ഗ്ലൂക്കോസ് ഇതിനൊക്കെ ചുറ്റും എന്ത് ഫോം ചെയ്യും? ഹൈഡ്രേഷൻ ഷെല്ല് ഫോം ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്പെസിഫിക് ഹീറ്റ്? നമ്മൾ വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് എത്രയാന്നൊക്കെ ഓൾറെഡി പഠിച്ചു അല്ലേ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് സ്പെസിഫിക് ഹീറ്റ്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ദ ടെമ്പറേച്ചർ ഇറ്റ് ടേക്സ് ടു റൈസ് 1 gram ഓഫ് സബ്സ്റ്റൻസ് ബൈ 1 degree Celsius. 1 gram സബ്സ്റ്റൻസ് 1 degree Celsius ഇൻക്രീസ് ചെയ്യാൻ വേണ്ട ഹീറ്റ്, അതിനെയാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. സോ specific heat is the temperature it takes to rise 1 gram of substance by 1 degree Celsius. Which of the following is not property of liquid water? വാട്ടറിന്റെ പ്രോപ്പർട്ടി അല്ലാത്ത ഇത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ഐസ് ഹാസ് എ ലോവർ ഡെൻസിറ്റി ദാൻ വാട്ടർ. ഐസിന് വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കുറവാണ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്, ഇതൊരു വാട്ടറിന്റെ പ്രോപ്പർട്ടി ആണല്ലേ. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, വാട്ടർ ഹാസ് ഹൈ സർഫസ് ടെൻഷൻ. ശരിയാണ്, ഇതും വാട്ടറിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. വാട്ടർ ഹാസ് ഹൈ സർഫസ് ടെൻഷൻ. വാട്ടറിന് ഹൈ സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് വാട്ടറിന്റെ മുകളിലൂടെ ചിലന്തി പോലുള്ള ജീവികളൊക്കെ ഇങ്ങനെ നടക്കാൻ പറ്റുന്നത്. അതുപോലെ ഒരു ഇല വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് വാട്ടറിന് ഹൈ സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ്. Then option C എന്ന് പറയുന്നത് can form hydrogen bond with other water molecules. അതും ഒരു റൈറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണ്. Then option D has a low specific heat. ഇത് വാട്ടറിന്റെ പ്രോപ്പർട്ടി ആണോ? അല്ല, ഇതൊരു വാട്ടറിന്റെ പ്രോപ്പർട്ടി അല്ല. അതുകൊണ്ട് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഹാസ് എ ലോ സ്പെസിഫിക് ഹീറ്റ്. കാരണം വാട്ടറിന് എപ്പോഴും ഹൈ സ്പെസിഫിക് ഹീറ്റ് ആണ് ഉള്ളത്. The sphere of water molecule around an ions is known as option A hydration cell, option B cohesion, option C addition, option D surface tension, and option E none of the above. Here right answer എന്ന് പറയുന്നത് hydration cell. Option A ആണ് ഇവിടുത്തെ right answer എന്ന് പറയുന്നത്. The sphere of water molecule around an ion is known as hydration cell. Next question. The property that can make water resistant to changing in its temperature. Option A high surface tension, option B high specific heat, option C high heat of evaporation, option D its V shape, option E covalent bond between water molecules. Right answer എന്ന് പറയുന്നത് option B ആണ്, high specific heat. The property that can make water resistant to changing in its temperature is due to high specific heat. Next question. Which of the following is true about electronegativity of oxygen and hydrogen? Option A. Hydrogen is more electronegative than oxygen. Option B. Oxygen is more electronegative than hydrogen. Option C. Oxygen and hydrogen have the same electronegativity. Option D. Oxygen and water doesn't have significant electronegativity in water. Here right answer എന്ന് പറയുന്നത് option B ആണ്. Oxygen is more electronegative than hydrogen. So ഒരു ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെയാണ്? ഹൈഡ്രജൻ ബോണ്ട് ഈസ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ് ലൈക്ക് ഫ്ലൂറിൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ. അപ്പം ഹൈ
ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസുമായി മാത്രമേ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുള്ളൂ. ഒരു ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആറ്റങ്ങളായിട്ടുള്ള ഫ്ലൂറിന്, ഓക്സിജന്, നൈട്രജനുമായിട്ടാണ് എപ്പോഴും ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാം. സോ ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. ഇതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ice floats above water because option A, ice is less dense than water. Option B, water is less dense than ice. Option C, both of liquid water and ice have same density. Option D, A and B. Option E, none of the above. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. Ice is less dense than water. വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ദ ഡെൻസിറ്റി ഓഫ് ദ ഐസ് ഈസ് ലെസ് ദാൻ വാട്ടർ. വാട്ടറിനേക്കാളും കുറവാണ് ഐസിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് വീക്ക് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പം ഐസിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വീക്കാണ്. അതുകൊണ്ടാണ് വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറയാനുള്ള റീസൺ എന്ന് പറയുന്നത്. As the density of water is more, അതുകൊണ്ട് തന്നെ വാട്ടറിന്റെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് ഇറ്റ് ഈസ് ഹെവിയർ ദാൻ ഐസ്. ഐസിനേക്കാളും ഹെവി ആണ് വാട്ടർ എന്ന് പറയുന്നത്. ഹെൻസ് ice floats on the surface of water. 19th question, most important reason for unusual properties of water is option A, the covalent bonding pattern in water molecule. Option B, the bond angle between two hydrogen atoms in the molecule. Option C, hydrogen bonding between water molecules. Option D, none of the above. Option E, all of the above. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, hydrogen bonding between water molecules. Most important reason for unusual properties of water is hydrogen bonding between water molecules. Next question, the oxygen atom in a water molecule due to its high electronegativity bears. Option A, 1 negative charge. Option B, 2 negative charges. Option C, 1 positive charges. Option D, 2 positive charges. And option E, none of the above. Right answer, option B ആണ്, 2 negative charges. The oxygen atom in water molecule is due to its high electronegativity bears 2 negative charges. Transformation of a material from liquid to gaseous state is known as option A, evaporation. Option B, vaporization. Option C, boiling. Option D, condensation. And option E, A and B are correct. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ആണ്. A and B are correct. ഇത് നമ്മൾ തെറ്റിക്കാൻ വേണ്ടി തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം അല്ലെ. നമ്മൾ ഫസ്റ്റത്തെ ഓപ്ഷൻ എ കാണുമ്പോൾ തന്നെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓപ്ഷൻ എ കറുപ്പിക്കും. അപ്പം എല്ലാ ഓപ്ഷനും വായിച്ചിട്ട് മാത്രമേ എപ്പോഴും എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ മെറ്റീരിയൽ ഫ്രം ലിക്വിഡ് ടു gaseous state is known as evaporation and vaporization. Which of the following helps in the transporting of water against gravity? Option A, cohesion. Option B, addition. Option C, evaporation. Option D, condensation. And option E, all of them except D. Right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ആണ്, all of them except D. ഇനി cohesionum additionum ഒക്കെ എന്താണ്? Addition, attraction between the molecules of two different substances. ഡിഫറെന്റ് സബ്സ്റ്റൻസുകൾ തമ്മിലുള്ള അട്രാക്ഷൻ, അതിനെയാണ് അഡിഷൻ എന്ന് പറയുന്നത്. ഡിഫറെന്റ് സബ്സ്റ്റൻസുകൾ തമ്മിൽ എപ്പോഴും അടി കൂടുന്ന ആലോചിച്ച് വെച്ചാൽ മതി. Then cohesion എന്ന് പറഞ്ഞാലോ, attraction between the molecules or atoms of the same substance. ഒരേ സബ്സ്റ്റൻസിലെ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, അതിനെയാണ് cohesion എന്ന് പറയാം. വേരിലൂടെ ജലം തണ്ടിലേക്കും ഇലയിലേക്കും ഒക്കെ എത്തുന്ന ആ ഒരു പ്രോസസ്സ്, അത് എന്താണ്? അഡിഷനും കോഹിഷനും ഒക്കെ കാരണമാണ് ഇത്തരത്തില് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. Then water have adhesive and cohesive properties due to the polarity of water molecules. വാട്ടറിന്റെ പൊളാരിറ്റി കാരണമാണ് വാട്ടറിന് അഡിസീവും കോഹസീവും പ്രോപ്പർട്ടീസ് എല്ലാം ഉള്ളത്.
Then evaporation. Option C കൊടുത്തിരിക്കുന്നത് evaporation ആണ്. Evaporate ചെയ്ത് വാട്ടർ മോളിക്യൂൾസ് എങ്ങോട്ടാ പോകുന്നത്? മുകളിലേക്കല്ലേ പോകുന്നത്. സോ അതും ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ്. സോ ഹിയർ cohesion, addition, evaporation are helps in the transportation of water against gravity. Next question, the tendency of water molecules to stay close to each other as a result of hydrogen bonding dash. Water molecules വളരെ ക്ലോസ് ആയിട്ട് നിൽക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ട് ആണ്. അത് കാരണം which provides the surface tension that allows leaves to float on water. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. വെള്ളത്തിന് മുകളിൽ ഇലകളൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ ഹൈ സർഫസ് ടെൻഷൻ കാരണമാണ്. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ദെൻ ഈസ് കോൾഡ് കോയിഷൻ. കറക്റ്റ് അല്ലേ? വാട്ടർ മോളിക്യൂൾസ് സ്റ്റേ ക്ലോസ് ടു ഈച്ച് അതർ. ഈ ഒരു പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് കോയിഷൻ എന്ന് പറയുന്നത്. ആക്ട് ടു മോഡറേറ്റ് ടെമ്പറേച്ചർ. വാട്ടറിന് ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നതും ഈ കോയിഷൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് കാരണമാണ്. കീപ്സ് വാട്ടർ മൂവിംഗ് ത്രൂ ദ വെസൽസ് ഇൻ എ ട്രീ ട്രങ്ക്. അപ്പം ഇതും റൈറ്റ് ആൻസർ ആണ്. സോ ഓപ്ഷൻ എ ഓൾ ഓഫ് ദം ലിസ്റ്റഡ് റെസ്പോൺസസ് ആർ കറക്റ്റ്. ഇതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വാട്ടറിനെ കുറിച്ചായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപയോഗപ്രദമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ ലൈക്സും കമന്റ്സും ഒക്കെ കാണുമ്പോഴാണ് അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള എൻ്റെ ഒരു ആവേശം എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. താങ്ക് യു.